പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അച്ഛനെ കണ്ടിട്ടുള്ളത് വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അധികവും ഞാൻ കേട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ കൂടുതൽ അത് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അച്ഛൻ്റെ പത്രപ്രവർത്തനം ആദ്യത്തെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നത് തന്നെ അച്ഛൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ റോയ് സാറ് ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും അച്ഛനെ പറ്റി മെൻഷൻ ചെയ്യാറെന്ന് പറയാറുണ്ട്. അതുപോലെ മറിയക്കുട്ടിക്കൊല കേസ്, പിന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രാഘവൻ അദ്ദേഹത്തിൻ്റെ വയസ്സ് തിരുത്തൽ കേസ്, അതൊക്കെ വലിയ പ്രമാദമായ കേസുകളാണ്. അതെ, അതൊക്കെ അച്ഛൻ്റെ ഒരു ധീരമായൊരു പത്രപ്രവർത്തനം തന്നെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതും. കാരണം അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആ കാലഘട്ടത്തിൽ അതിനോട് പൊതുവെ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. പത്രപ്രവർത്തന മേഖലയോട് ഞാനത് കൊച്ചുകുട്ടിക്കാലം തൊട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നതിന് 5 ദിവസം മുമ്പ് വരെ മലബാർ ലഹള എന്ന് പറയുന്ന നാടകത്തിൽ 18 വയസ്സായ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ അഭിനയിച്ചിട്ടാണ് അമ്മ 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നെ പ്രസവിച്ചത്. ഓക്കെ, അങ്ങനത്തെ. അപ്പം ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും നാടകത്തിൽ കൂടിയാണ് കൂടുതൽ. അപ്പം എന്നെ സംബന്ധിച്ച് എപ്പോഴും നാടകമായിരുന്നു എന്നെ സംബന്ധിച്ചുള്ള. അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ നാടകത്തിലേക്കാണ് കൂടുതൽ വരാൻ ശ്രമിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അച്ഛനെ പറ്റി മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് പത്രപ്രവർത്തകൻ എന്നല്ല. പക്ഷെ അത് വളരെ ധീരമായ 2 എഡിഷൻ ഉണ്ടായിരുന്നു. അതെ, അന്നത്തെ കാലത്തൊക്കെ 2 എഡിഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. പിന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അച്ഛൻ. അതാണ് വലിയൊരു അത്ഭുതം. നാടകം, അതുപോലെ സിനിമ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അച്ഛന്. നമ്മുടെ ഉത്സവം എന്ന് പറഞ്ഞ സിനിമയൊക്കെ അച്ഛനാണ്. വൈവിശേഷ ആദ്യം കൊണ്ടുവന്ന അച്ഛനാണ്. അതേപോലെ രവികുമാറിനെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഉല്ലാസയാത്ര നമ്മുടെ സിനിമയിൽ കൂടിയാണ്. അപ്പോൾ സിനിമ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, അതിനോട് പത്രപ്രവർത്തനം, അവരുടെ ഹോട്ടലുണ്ടായിരുന്നു, എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചാനലില്ലായിരുന്നു, അത് തുടങ്ങിയില്ല അച്ഛൻ. ബാക്കി എല്ലാം ഉണ്ടായിരുന്നു കാലത്ത്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാനും അമ്മ നാടകത്തിലുള്ള അച്ഛനും അമ്മയും കൂടിയാണ് നാടകത്തിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മ ആണ് അതിനകത്ത് പ്രധാനപ്പെട്ട പല ക്യാരക്ടറും എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ കുറൂരമ്മ, കുറേ പ്രധാനപ്പെട്ട വേഷങ്ങളൊക്കെ അമ്മ എടുത്തിട്ടുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് വാഴപ്പള്ളി ജാനകി വളരെ ഫേമസ് ആയിരുന്നു. വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രമായിരുന്നു, കണ്ടിട്ടുള്ളവർക്ക് അറിയാതെ. പിന്നെ കായംകുളം കൊച്ചുണ്ണിയിൽ അഭിനയിച്ച നടനാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഏറ്റവും നല്ല നടൻ്റെ അവാർഡ് കിട്ടിയത്, ദേശീയ അവാർഡ്. അതിനുശേഷം ആർക്കും കിട്ടിയിട്ടില്ല. വീട്ടുകാരൻ ദാഷോ എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു. അതിനുശേഷം ആരും കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് നിങ്ങൾ ഗൂഗിളിൽ കായംകുളം കൊച്ചുണ്ണിയുടെ ഗൂഗിളിൽ അടിക്കുമ്പോൾ ആദ്യം വരുന്ന ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ്. ഇപ്പം നിവിൻ പോളിലൊക്കെ വരും ഇപ്പോഴത്തെ കാലത്തായിരുന്നു. പക്ഷേ പൊതുവെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരുന്നു. അപ്പം അങ്ങനെ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ നാടകം ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചു പ്രൊഡക്ഷൻ കമ്പനിയുള്ള സിനിമയിലേക്ക് പോയിക്കൂടെയെന്ന്. എന്നെ അതൊരിക്കലും ആകർഷിച്ചിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.